ദ ജേർണലിസ്റ്റിലേക്ക് പലസ്തീൻ വിമോചനം സംബന്ധിച്ച ദൈവീക വാഗ്ദാനം നിറവേറ്റുക തന്നെ ചെയ്യും. ഇത് പറഞ്ഞത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനിയാണ്. അദ്ദേഹം ഇത്തരത്തിലൊരു ഉറപ്പ് നൽകിയത് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ തലവനായ ഇസ്മായിൽ ഹനിയയോടാണ്. കഴിഞ്ഞ ദിവസം ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ വിഭാഗം തലവനായ ഇസ്മായിൽ ഹനിയയും അതുപോലെ ഹിസ്ബുള്ളയുടെ നേതാക്കളും ഒക്കെ പങ്കെടുത്തിരുന്നു. ഈ ഒരു സംസ്കാര ചടങ്ങിന് ശേഷം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനി സൗദിയുടെയും അതുപോലെ തന്നെ ഖത്തറിന്റെയും ഒക്കെ ഭരണാധികാരികളോട് സംസാരിച്ചതൊപ്പം തന്നെ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ നേതാക്കളെ കാണുകയും ചെയ്തു. അതിനുശേഷമാണ് ഇസ്രായേലിന് ഒരു തരത്തിലും രക്ഷയുണ്ടാകില്ല, അല്ലെങ്കിൽ നിര്യാതനായ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സ്വപ്നങ്ങൾ അത് സഫലമാകും എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ ഇറാന്റെ പരമാധികാരി ഇവർക്കെല്ലാം ഉറപ്പ് കൊടുക്കുകയാണ്. അതായത് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്മാറ്റം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിൻവലിയൽ അല്ലെങ്കിൽ ഇറാൻ ഉയർത്തിക്കൊണ്ടിരുന്ന പ്രതിരോധം അവസാനിച്ചു എന്ന് കരുതൽ അതൊന്നുമില്ല. മറിച്ച് ഇറാൻ ശക്തമായി തന്നെ ഈ വിഷയത്തിൽ നിലപാടിൽ ഉറച്ച് രംഗത്തുണ്ടാകുമെന്ന ഉറപ്പാണ് ആയത്തുള്ള അലി ഖൊമൈനി കൊടുക്കുന്നത്. അദ്ദേഹം പറയുന്നത് പലസ്തീൻ വിമോചനം സംബന്ധിച്ച ദൈവീക വാഗ്ദാനം നിറവേറ്റുക തന്നെ ചെയ്യുമെന്ന അത്രയും ക്രൂഷ്യലായ ഒരു ഉറപ്പ് അദ്ദേഹം നൽകുന്നതോടുകൂടി പശ്ചിമേഷ്യയിൽ വീണ്ടും വലിയ ആശങ്ക ഉണ്ടാവുകയാണ്. കാരണം ഇസ്രായേൽ ഇപ്പോൾ വലിയ തോതിലുള്ള ആക്രമണങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇറാൻ നിർണായകമായ ഇടപെടലുകൾ നടത്തുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഒക്കെ ഇനിയും കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയോ ഒക്കെ ചെയ്താൽ അതിഗുരുതരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ഇപ്പോൾ ലോകത്തിന്റെ മുഴുവൻ അഭ്യർത്ഥന ലംഘിച്ചുകൊണ്ട് ലോകാരോഗ്യ സംഘടനയും യൂനിസെഫും ഐക്യരാഷ്ട്ര സംഘടനയും ഒക്കെ നൽകിയ മുന്നറിയിപ്പുകൾ താക്കീതുകൾ ഒക്കെ അവഗണിച്ചുകൊണ്ട് ഇസ്രായേൽ റഫയിലേക്ക് കടന്നു കയറി ആക്രമിക്കുകയാണ്. ഇത് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലെ ഈ നടപടികൾ ശക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇപ്പോൾ ഒരു ആക്രമണം നടത്തുന്നത് ഇറാന്റെ ഭാഗത്ത് നിന്നൊരു പ്രതിരോധം ഉണ്ടാകില്ല എന്ന ഉറപ്പിന്മേലാണ് എന്ന് ഇസ്രായേൽ കരുതുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ കരുതരുത്. അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇനിയും ഞങ്ങൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കും ഇസ്രായേലിനെതിരെ എന്ന് പറയാതെ പറയുകയാണ്. അല്ലെങ്കിൽ ഹമാസിന് ശക്തമായ ഒരു ഉറപ്പ് നൽകുന്നതിലൂടെ ഇറാൻ ഉദ്ദേശിക്കുന്നത് ലോകത്തിന് മുന്നിൽ പറയുകയാണ്, ഞങ്ങൾ പിന്നോട്ടില്ല, തീർച്ചയായും ഞങ്ങൾ തിരിച്ചടിക്കും, അല്ലെങ്കിൽ ഇസ്രായേലിന് വലിയ പ്രതിരോധം തീർക്കും എന്ന് തന്നെയാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റഷ്യയുടെ നിലപാടാണ്. ഈ ഇബ്രാഹിം റൈസി എന്ന് പറയുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അടുത്ത ആത്മബന്ധമുണ്ടായിരുന്ന നേതാവാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് വേണ്ടി അല്ലെങ്കിൽ റഷ്യയുടെ ആയുധങ്ങൾ തീരുന്ന മുറയ്ക്ക് ഇറാൻ സ്വന്തമായി നിർമ്മിച്ച ആയുധങ്ങൾ ഉൾപ്പെടെ റഷ്യക്ക് നിരന്തരമായി നൽകിയിരുന്നു. എന്ന് മാത്രമല്ല നാറ്റോ സേനയുടെ ഒക്കെ ഒരു വലിയ പിന്തുണ ഉക്രൈന് ലഭിക്കുമ്പോൾ റഷ്യക്ക് ശക്തമായ പിൻബലമായി നിന്നിരുന്നത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അടക്കമുള്ള പിന്തുണകളായിരുന്നു. അതുപോലെ ചൈനയും ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഒരു സാഹചര്യം വീണ്ടും ഉരുത്തിരിഞ്ഞു വരുന്നു. അതായത് വീണ്ടും ഇസ്രായേലിനെതിരെ ഇറാൻ ശക്തമായി രംഗത്തിറങ്ങുമ്പോൾ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ വീണ്ടും രൂക്ഷമാകും. കാരണം ഇപ്പോൾ 8ാം മാസത്തെ എത്തിയിരിക്കുന്നു. ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ റഫയിലേക്ക് അതിക്രൂരമായ ഗുരുതരമായ ആക്രമണം ഇസ്രായേൽ നടത്തുന്നു. പിഞ്ചു കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുന്ന സാഹചര്യം ഗസയിൽ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നു. ആയിരങ്ങൾ തുടർച്ചയായി പട്ടിണി കിടന്ന് രോഗങ്ങൾ പിടിച്ച് ചികിത്സ കിട്ടാതെ മരിക്കുന്ന ഗുരുതരമായ അതീവ ഗുരുതരമായ ഒരു സാഹചര്യം അവിടെ ഉരുത്തിരിഞ്ഞു വരുന്നു. ഈ ഘട്ടത്തിൽ തന്നെ ഇറാൻ ഇത്തരത്തിലൊരു നിലപാട് പ്രഖ്യാപിക്കുകയും അത് ഹമാസിന്റെ പൊളിറ്റിക്കൽ വിഭാഗം തലവനെ നേരിട്ട് ഇറാന്റെ പരമാധികാരി അറിയിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും പശ്ചിമേഷ്യയിൽ വീണ്ടും ശക്തമായ ചില പ്രകമ്പനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും ദൈവിക വാഗ്ദാനം, പലസ്തീൻ വിമോചനം സംബന്ധിച്ച ദൈവിക വാഗ്ദാനം നടപ്പാക്കുമെന്ന് ഇറാന്റെ പരമാധികാരി പറയുമ്പോൾ അദ്ദേഹം അതിന് ചില കാരണങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്മായിൽ ഹനിയയുടെ മക്കളുടെ രക്തസാക്ഷിത്വമാണ്. അത് അങ്ങനെയുള്ള ഒരു നേതാവിന്റെ മക്കൾ പോലും ഈ യുദ്ധത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ പലസ്തീൻ വിമോചനത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് വിജയം കാണുന്ന ഒരു പോരാട്ടമായിരിക്കുമെന്നാണ് ഇറാന്റെ പരമാധികാരി പറയുന്നത്. അതുപോലെ തന്നെ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവ വികാസങ്ങൾ അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കൻ സർവകലാശാലയിൽ പലസ്തീന്റെ പതാകകൾ ഉയരുകയാണ്. അമേരിക്കയിലെ സർവകലാശാലകളിലെമ്പാടും പലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം തുടങ്ങി വെക്കാൻ ഇസ്രായേലിന് വേണ്ടി ഇത്രയധികം പരിശ്രമിച്ച് ഒടുവിൽ ജനരോഷം എതിരാകുമെന്ന് കണ്ടപ്പോൾ ഇസ്രായേലിനുള്ള പിന്തുണ പതിയെ പിൻവലിച്ച ജോ ബൈഡൻ ഭരിക്കുന്ന അമേരിക്കയിൽ
സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ, യുവാക്കളൊക്കെ പലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടത്തുന്നു, പ്രതിഷേധങ്ങൾ നടത്തുന്നു. ജപ്പാനിൽ പലസ്തീനെ പിന്തുണച്ച് വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നുണ്ട്. ജർമ്മനിയിൽ പോലീസും ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം, പലസ്തീൻ വിമോചനത്തിന് വേണ്ടി ജർമ്മനിയിൽ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പലസ്തീനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ഇതുവരെ ആരും സ്വപ്നം കാണുക പോലും ചെയ്യാത്ത, അല്ലെങ്കിൽ ചിന്തിക്കുക പോലും ചെയ്യാത്ത, മനസ്സിൽ കരുതുക പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലസ്തീന്റെ ഭാവി, അതായത് പലസ്തീൻ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് ആരും സ്വപ്നം കാണാത്ത, പ്രതീക്ഷിക്കാത്ത വലിയ കാര്യങ്ങൾ തന്നെ ആയിരിക്കും. അതാണ് ഇനി അരങ്ങേറാൻ പോകുന്നത് എന്നാണ് ആയത്തുള്ള അലി ഖൊമൈനി അറിയിച്ചിരിക്കുന്നത്. ഇസ്രായേലിന് മരണം എന്ന മുദ്രാവാക്യവുമായി ജപ്പാനിൽ വലിയ പ്രതിഷേധം നടന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെ ലോകത്തെ വിസ്മയിപ്പിച്ച് ഗസയിലെ ജനങ്ങൾ ചെറുത്തുനിൽപ്പ് നടത്തുകയാണ്. പ്രവാചകൻ മൂസയുടെ മാതാവിന് ദൈവം നൽകിയ 2 വാഗ്ദാനങ്ങൾ സാക്ഷാത്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഖുർആൻ വാക്യങ്ങളും ആയത്തുള്ള അലി ഖൊമൈനി ഇസ്മായിൽ ഹനിയയോട് പരാമർശിക്കുകയുണ്ടായി. ഇപ്പോൾ പലസ്തീൻ ജനതയെ സംബന്ധിച്ച ആദ്യ ദൈവ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അതിങ്ങനെയാണ്: ബ്രിട്ടനും അമേരിക്കയും നാറ്റോയും ഒക്കെ അടങ്ങുന്ന വലിയ ശക്തികൾക്കെതിരെ ഗസയിലെ ജനങ്ങൾ ഇത്രയും കാലമായി ചെറുത്തു നിൽക്കുന്നു എന്നുള്ളത് തന്നെ പലസ്തീൻ ജനതയെ സംബന്ധിച്ച ആദ്യ ദൈവ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതിന്റെ ഭാഗമാണ് എന്ന് ആയത്തുള്ള അലി ഖൊമൈനി ചൂണ്ടിക്കാണിക്കുകയാണ്. നോക്കുക, 8 മാസമായി ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളാണ് സാമ്പത്തികമായും ആയുധപരമായും നയതന്ത്രപരമായും ഒക്കെ, അതുപോലെ തന്നെ ഇന്റലിജൻസിന്റെ കാര്യത്തിലായാലും ഒക്കെ ലോകത്ത് 1-ാം നമ്പർ എന്ന് പറയുന്ന അമേരിക്ക ഉൾപ്പെടുന്ന നാറ്റോ ചേരി മുഴുവൻ ഇസ്രായേലി യുദ്ധം തുടങ്ങുമ്പോൾ ഒപ്പം ഉണ്ടായിരുന്നു. ഹമാസിനെ പിടികൂടും, 134 ബന്ദികളെ ജീവനോടെ തിരിച്ചെത്തിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു വലിയ യുദ്ധത്തിന് ഇസ്രായേൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇത്ര വലിയ പിന്തുണയുണ്ടായിട്ടും പലസ്തീനെ പോലെ ചെറിയൊരു രാജ്യത്തെ ജനങ്ങൾ, അതിലും ചെറിയ ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘം, അവരുടെ ഭാഗത്ത് നിന്ന് ചെറുത്തുനിൽപ്പുണ്ടായി. അവർ തുരങ്കങ്ങളിൽ ഒളിപ്പിച്ച ബന്ദികളെ ഇതുവരെ കണ്ടെത്താൻ ഇസ്രായേലിന് കഴിയാത്തത് പലസ്തീൻ ജനതയെ സംബന്ധിച്ച ആദ്യ ദൈവ വാഗ്ദാനങ്ങളുടെ അടയാളമാണ്. അത് പൂർത്തീകരിക്കപ്പെടുന്നതിന്റെ ഭാഗമാണ്. ഇപ്പോഴും ഗസ പൂർണ്ണമായും ഇസ്രായേലിന് പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കാനോ ബന്ദികളെ തിരിച്ചെടുക്കാനോ ഗസയിലെ ജനങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാനോ ഒന്നും കഴിയാത്ത, അതായത് ഗസയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ നടത്തിയ ഒരു വാഗ്ദാനവും അല്ലെങ്കിൽ ഒരു കാര്യവും അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്തത്, ലക്ഷ്യം കാണാൻ കഴിയാത്തത് ഇപ്പോഴും അത് അവരുടെ വിജയമാണ്, അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പിന്റെ വിജയമായാണ് ആയത്തുള്ള അലി ഖൊമൈനി കാണുന്നത്. അതുപോലെ തന്നെ ഇറാന്റെ പിന്തുണയുള്ള ഈ ചെറു ഗ്രൂപ്പുകൾ, അതായത് ഹമാസ് ആയാലും ഹൂത്തികളായാലും ഹിസ്ബുള്ള ആയാലും ഒക്കെ, അവരെയും ഒന്നും ചെയ്യാൻ ഇസ്രായേലിനോ അമേരിക്ക ഉൾപ്പെടുന്ന സൈനിക ചേരിക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യവും അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ഉന്മൂലനം എന്നതാണ് 2ാമത്തെ വാഗ്ദാനം. അതും അധികം വൈകാതെ ഉണ്ടാകും എന്ന് ആയത്തുള്ള അലി ഖൊമൈനി പറയുകയാണ്. അതിനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ അതിന്റെ പ്രകടമായ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇസ്രായേൽ കാണുന്നുണ്ട്. ഇസ്രായേലിൽ എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്തണം, പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സ്ഥാനഭ്രഷ്ടനാക്കണം, നെതന്യാഹുവിനെ തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ ക്യാമ്പയിനുകൾ ഇസ്രായേലിൽ നടക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ പല നഗരങ്ങളിലും കാര്യമായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. ഇസ്രായേലിലെ പോലീസുമായി ഈ പറയുന്ന പ്രകടനം നടത്തുന്ന സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റുമുട്ടുന്നുണ്ട്. അവരൊക്കെ പറയുന്നത് യുദ്ധമല്ല പരിഹാരം, ഈ വിധത്തിൽ യുദ്ധം ചെയ്ത് രാജ്യത്തിന്റെ സമ്പത്തും സൈനിക ശക്തിയും ഒക്കെ തകർക്കുന്നതിന് പകരം അത് ഒരു യുദ്ധ വിജയമല്ല. അങ്ങനെ ചെയ്യുന്നതിന് പകരം നയപരമായ ഇടപെടലുകളിലൂടെ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ, അത് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നെതന്യാഹുവിനെതിരെ, ഈ യുദ്ധത്തിന്റെ ബുദ്ധി കേന്ദ്രമായ നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. അപ്പൊ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ വീഴ്ച എന്നത് നടക്കാൻ പോവുകയാണ് എന്ന് ആയത്തുള്ള അലി ഖൊമൈനി പറയുമ്പോൾ അതിന്റെ ചില സൂചനകൾ ഇസ്രായേലിൽ ലഭിക്കുന്നുണ്ട്. ഇസ്രായേലിൽ വലിയ തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ആയത്തുള്ള ഖൊമൈനി പറയുന്നു, ദൈവകൃപയാൽ പലസ്തീൻ നദി മുതൽ കടൽ വരെ സ്ഥാപിക്കപ്പെടുന്ന ദിവസം വരുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇടക്കാല പ്രസിഡന്റ് മുഹമ്മദ് മുഖറിനൊപ്പമാണ് ആയത്തുള്ള അലി ഖൊമൈനി ഇസ്മായിൽ ഹനിയയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഗസയിലെ ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിലാണ് ഇസ്മായിൽ ഹനിയ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത്. ആദരവുള്ള ഒരു പിന്തുണക്കാരനായിരുന്നു ഇബ്രാഹിം റൈസി എന്ന് ഹമാസ് വിലയിരുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ഇബ്രാഹിം റൈസിയുടെ നിര്യാണത്തോടുകൂടി ഇറാൻ തകർന്നു, അല്ലെങ്കിൽ ഇറാൻ പിന്നോട്ട് പോവുകയാണ്, ഏതെങ്കിലും തരത്തിൽ ഇനി ഈ വിഷയത്തിൽ ഇടപെടില്ല എന്നൊക്കെയുള്ള ചർച്ചകൾ വരുമ്പോഴാണ് ആയത്തുള്ള അലി ഖൊമൈനി തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ ക്ലിയർ കട്ട് സ്റ്റാൻഡുമായി രംഗത്ത് വരുന്നത്. അത് ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് എന്ന് മാത്രമല്ല, അത് പലസ്തീൻ വിമോചനം എന്തു തന്നെ വന്നാലും നടപ്പാകും, അതിന് മുഴുവൻ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന ഇറാന്റെ ഉറപ്പ് കൂടിയാണ് അവിടെ പ്രകടമാകുന്നത്.